ഒരു ക്രൈസിസ് നടക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുകയാണോ അതോ മുന്നിൽ വന്ന് സത്യം പറയുകയാണോ? അല്ലേ, എല്ലാവർക്കും അത് തന്നെയല്ലേ. പക്ഷെ മിണ്ടാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഹൂ ഡോണ്ട് ലൈക്ക് കൺഫ്രണ്ടേഷൻ. ക്രൈസിസിന്റെ സ്വഭാവം ആദ്യം അറിയണം. യു ഹാവ് ടു ഗീവ് ഇറ്റ് ടൈം. കുറച്ച് മിണ്ടാതിരിക്കണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കണം. അത് കഴിഞ്ഞ് ഒന്ന് അസസ് ചെയ്യണം, പിന്നെ സംസാരിക്കണം. സംസാരിക്കേണ്ടത് മാത്രമേ സംസാരിക്കാവൂ. സംസാരിക്കേണ്ട കാര്യം കൃത്യമായിട്ട് സംസാരിക്കുകയും വേണം. എല്ലാ കാര്യങ്ങളും മൈക്ക് കൊടുക്കും. നമ്മൾ സംസാരിക്കാണ്ടിരിക്കുക. അതുകൊണ്ടാണോ സംസാരിക്കാതിരിക്കുന്നത്? അപ്പോ നമ്മളോട് ആരോട് സംസാരിച്ചിട്ട് ഒരു കാര്യം അറിയാവുന്നതുകൊണ്ടാണ് സംസാരിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണോ അനുശാന്ത് പറഞ്ഞു? തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചു, മിണ്ടിയാണ് എന്താ പ്രശ്നം? ആകെ ഒരു ജീവിതമേ ഉള്ളൂ, മിണ്ടിക്കൂടെ? വെറുതെ മനുഷ്യൻ മാത്രമാണ് സംസാരിക്കാൻ പറ്റുന്ന ഒരു ജീവി, മിണ്ടിക്കൂടെ എന്ന് ചോദിച്ചു. അവനോട് പറയണേ, നമ്മൾ വെറുതെ എനർജി വേസ്റ്റ് ആക്കരുത്. എന്ത് പറയാനാ? അല്ലെങ്കിൽ ഗ്യാപ്പ് കിട്ടിയില്ല പറയാനത്. എനിക്ക് തോന്നുന്നു മിസ്അണ്ടർസ്റ്റാൻഡ് ഏർപ്പെട്ടത് സാറാണ്. ബിക്കോസ് ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് ആയിരിക്കും. സീരിയസ് അല്ല എന്നല്ല, നമ്മൾ പ്രൊഫഷണലി വർക്ക് നടക്കുമ്പോൾ സീരിയസ് ആണ്. അല്ലാത്ത സ്പേസിൽ എനിക്ക് തോന്നുന്നത് സാറ് നിവിൻചേട്ടനൊക്കെ ഏറ്റവും കൂടുതൽ തമാശകൾ നിവിൻചേട്ടനോളം അറിയാൻ സാറ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പൊതുവേ ഉള്ള സാറിൻ്റെ ഒരു ഇമേജും സാറ് ഹാൻഡിൽ ചെയ്യണ കാര്യങ്ങളും നമ്മൾ വിചാരിക്കും വലിയ വലിയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന. അങ്ങനെയല്ല, അങ്ങനെയല്ല. അത് നമ്മളൊരു കാര്യത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ മനസ്സിലായി ഒന്നുമില്ലെന്ന് സാർ. ഞാൻ അല്ല, ഒരു കാര്യമില്ലെന്നല്ലോ. അല്ലല്ല, കാര്യമില്ലെന്നല്ല. അതായത് എനിക്കൊരു ബിഗിനിങ് സ്റ്റേജ് ആവുമ്പോൾ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണല്ലോ. സോ ഞാൻ എപ്പോഴും ഈ ജേർണിനെ പറ്റി ആലോചിക്കുമ്പോൾ 80 to 90% എൻ്റെ കംഫർട്ട് വരാൻ കാരണം സാർ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് എനിക്കൊരു 100% ഒരു ധാരണ ഉണ്ട്. ബിക്കോസ് അതിൻ്റെ ഒരു ലീഡർ ഇങ്ങനെ ആവുമ്പോഴല്ലേ ആ മുഴുവൻ സെറ്റ് ഇങ്ങനെ ആവുള്ളൂ. സോ ഐ തിങ്ക് എവറിബഡി ഇൻ ദിസ് മൂവി വാസ് extremely happy with the experience which this movie gave us. Yes. അല്ല, ഇതായിരുന്നു സത്യം. അപ്പോൾ അതെങ്ങനെ പറഞ്ഞാലും ഞാൻ പറയും. സർ പ്ലീസ് കണ്ടോ ഇപ്പൊ വന്നില്ലേ? അല്ലല്ലല്ല, നോ സർ, അങ്ങനെയല്ല. ഇത് കട്ട് ചെയ്യും. എന്നാല് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. Sir, please. I am very happy with that. Sir, I am extremely happy to work with you. But it's a good thing. You don't എല്ലാരും ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആരാണെന്നല്ലേ. ഒരു ആവശ്യമില്ല. അല്ല, ആർട്ടിസ്റ്റ് കംഫർട്ടബിൾ ആവുന്നത് 100% നീഡ് ആണല്ലോ ഒരു സിറ്റുവേഷനിൽ. And he's been a great leader. Great.